ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. ഈസി മാംഗോ പുഡിംഗ് ആണ്. ഇപ്പോൾ ഇതുപോലത്തെ വലിയ മാങ്ങ ഒരെണ്ണം ഉണ്ട്, ബാക്കി 5 മാങ്ങ ഇത്രയുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് ഈസി ആയിട്ട് മാംഗോ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ആദ്യം ഇതിനെ നമ്മൾ തൊലി എത്തിയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് ഇതിൻ്റെ പ്യൂരി എടുക്കണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കിക്കോ, എന്നിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. 4 സ്പൂണ് കോൺഫ്ലവർ വേണം ഇത്രയത്തിന് വേണ്ടിയിട്ട്. 4 ടേബിൾ സ്പൂണ്, 1 2 3 4 സ്പൂൺ നിറയെ എടുത്തു. അത് നമ്മൾ പാലൊഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കണേ. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്യണം പാലൊഴിച്ച്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം, ഒട്ടും കട്ട പാടില്ല. നന്നായിട്ട് ഇത് നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള, തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ. അല്ലെങ്കിൽ ചൈന ഗ്രാസ് ആയാലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ കോൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. കോൺഫ്ലവർ ഉപയോഗിക്കാം, ചൈന ഗ്രാസ് ഉപയോഗിക്കാം, ജെലാറ്റിൻ ഉപയോഗിക്കാം. ഇത് 3 ഏതിലും ചെയ്യാം. ഞാനിപ്പോൾ കോൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇത് ശരിക്കും അരച്ചെടുക്കാം. മാമ്പഴം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട്, ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ, കട്ട മീൻസ് അത് ഇതാവാൻ നന്നായിട്ട് അരച്ചെടുക്കണം, പ്യൂരിയാക്കി എടുക്കണം. അതിനകത്ത് തരി പാടില്ല, എന്നാലാണ് പുഡിങ്ങിന് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അത് ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. അതൊന്ന് അരക്കട്ടെ. ഇതിൻ്റെ കൂടെ കുറച്ച് പാല്, ഇത് ആവശ്യത്തിനുള്ള കുറച്ച് പാല് വേണം. മാമ്പഴത്തിന് നല്ല മധുരമുണ്ട്, എന്നാലും തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മധുരം കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 3 4 5 6 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. പൽപ്പൊഴു നല്ല പ്യൂരിയായിട്ട് കിട്ടി. സ്റ്റൗ കത്തിച്ച് നമ്മൾ മീഡിയം ഫ്ലെയിമിലാട്ടോ ഇളക്കാൻ പറ്റുള്ളൂ. കാരണം ഒത്തിരി ഹൈയിലിട്ട് കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കും. അതുമല്ല പെട്ടെന്ന് ഇതങ്ങ് ഇതായി വെന്ത് പോവും. അങ്ങനെ പാടില്ല. അത് ചെറുതായിട്ട് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ട് ഇളക്കി ഒന്ന് തിള വരുമ്പോൾ നമ്മൾ കോൺഫ്ലവർ ചേർക്കേണ്ടത്. തിള വരാറാവും കോൺഫ്ലവർ ചേർത്തിട്ട്, പിന്നെ കോൺഫ്ലവർ ചേർത്തിട്ടും 2 മിനിറ്റ് വേവിക്കണം. കാരണം കോൺഫ്ലവറിൻ്റെ പച്ചച്ചുവയൊക്കെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും 2 മിനിറ്റ് വേവിക്കണം. അത്രയേ ഉള്ളൂ പണി. സംഭവം പെട്ടെന്ന് എളുപ്പമാണ്. ഇതൊന്ന് ഇതായി വരണം. തിളച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റാവും. ഇപ്പോൾ ഇട്ട് നമ്മൾ അധികം സമയമായില്ല, ഇട്ടതേ ഉള്ളൂ. ഒന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ. നന്നായിട്ട് തിള വരാറാവുമ്പോഴാണ് കോൺഫ്ലവർ ഒഴിക്കേണ്ടത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കണേ കേട്ടോ എപ്പോഴും നല്ലത്. നമ്മളല്ലാത്ത സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കണേക്കാളും എളുപ്പം നോൺ സ്റ്റിക്കാണ്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. പെട്ടെന്ന് നമുക്ക് അടി പിടിക്കാതെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റെല്ലാ പാത്രമാകുമ്പോൾ സൂക്ഷിച്ച് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ല. നല്ലൊരു സൗകര്യമാണ്. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതാകുമ്പോൾ നല്ലതാണ്. നന്നായിട്ട് നമ്മളിത് ഇളക്കി കറക്റ്റ് ആക്കി. ഇനി ഇതിനകത്തേക്ക് കോൺഫ്ലവർ, ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നു. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കോൺഫ്ലവർ ഒഴിക്കാൻ പോവുകയാണ്. ഈ കോൺഫ്ലവർ ഒഴിക്കാൻ നേരത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുകൊണ്ട് കട്ട പിടിച്ചിരിക്കണ്ടേ. അതൊന്ന് ശരിക്കും നന്നായിട്ട് ഇളക്കി ലൂസാക്കിയിട്ടേ ഒഴിക്കാമുള്ളൂ.
കണ്ടോ, സ്പൂണയിൽ കട്ടയായിരുന്നുണ്ടോ. അപ്പം അത് ശരിക്കും ഇളക്കി അത് നല്ലതായിട്ട് ക്രീമി പോലെയാവും. ഇനി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, നമ്മൾ ഒന്നിച്ചൊഴിക്കരുത്, മിക്സ് ആവാൻ വേണ്ടിയിട്ട്. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ടയാവും. അപ്പം അത് കാരണം കുറേശ്ശെ ഒഴിച്ച് കുറേശ്ശെ ഇളക്കി 2 മിനിറ്റെങ്കിലും ഇത് വേവണം, അല്ലെങ്കിൽ ഇതിൻ്റെ പച്ചച്ചുവ പോയി കോൺഫ്ലവർ ഇത് വെന്ത് കിട്ടണം. ഒരു ഓറഞ്ച് കളർ പോലെയായിരുന്നു ഇരുന്നത്, ഇപ്പം അത് ഒരു യെല്ലോ കളറിലേക്ക് വന്നു. ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്, ലോ ഫ്ലെയിമിലിട്ട് ഇളക്കാമോളൂ. ഇനി 2 മിനിറ്റ് നമുക്ക് ശരിക്കൊന്ന് കോൺഫ്ലവർ ഒന്ന് വെന്ത് കിട്ടണം. നല്ല ഭംഗി കാണാൻ. ഉണ്ടോ, പുഡിങ് നന്നായിട്ട് കുറുകി വന്നു. ഇനി നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്തേ, ഇനി വേഗം മോൾഡിലേക്ക് ഒഴിക്കട്ടെ. ഇനി ഇതിൻ്റെ ബബിൾസൊക്കെ പോയി കറക്റ്റ് ആവാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കണം. ഇനി നമ്മൾ ഇത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഇന്നിപ്പോൾ രാത്രി വൈകിട്ടാണ് ഉണ്ടാക്കിയത്, ഇനിയിപ്പോൾ ഈ രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കുക, രാവിലെ എടുക്കത്തുള്ളൂ. ഇത് ശരിക്കും തണുത്തു, ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണേ. ഓക്കെ, നമ്മുടെ പുഡിംഗ് എല്ലാം റെഡിയായി നല്ല കറക്റ്റായി വന്നു. ഇനി അത് നമുക്ക് എങ്ങനെ എടുക്കണേന്ന് നോക്കാമേ. എല്ലാം നല്ല സെറ്റായി. ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കത് കഴിക്കാൻ നോക്കാം. നല്ലതായിട്ട് കറക്റ്റായിട്ട് വന്നു. ഇനി അത് നമുക്ക് ചെറിയ ഡെക്കറേഷൻ ചെയ്തിട്ട് കഴിച്ച് നോക്കാം. ഇത് മാമ്പഴത്തിൻ്റെ ചെറിയ പീസുകൾ ആക്കി വെച്ചു. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ പീസാക്കിയൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട്. പുതിനയില നമ്മുടെ വീട്ടിലുണ്ടായ തന്നെ പുതിനയിലയാണ്. നല്ല ഭംഗിയില്ലേ, കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുറച്ച് ഞാൻ ഗ്ലാസ്സിലും എടുത്ത് വെച്ചായിരുന്നു പുഡിങ്, അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തേ. ഇത് സ്ട്രോബെറിയുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്.
നല്ല ക്യൂട്ടായിട്ടിരിക്കണം. സൂപ്പർ. കഴിച്ചു നോക്കാമേ. പുഡിങ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കഴിച്ചു നോക്കാമേ. വായിലിട്ടതേ അലിഞ്ഞു പോയി. നല്ല ടേസ്റ്റ്. ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമേ. ഇത് മാമ്പഴം ചെറുതായിട്ടൊന്ന് പീസാക്കി വെച്ചതെന്നേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഒരു ഭംഗി. ഞാൻ അടുത്തതും ഡെക്കറേറ്റ് ചെയ്യാം. നാലിങ്ങനെ നല്ല ക്യൂട്ടായിട്ടിരിക്കുകയല്ലേ, നല്ല ഭംഗിയിൽ കാണാൻ. ഇത് ടേസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത്. സൂപ്പറാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല എന്ന് പറയണേക്കാളും ആരെങ്കിലും പറയണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.